ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എന്നാൽ പലതുകൊണ്ടും അഭിനയിക്കുന്നവരെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ആയിരിക്കില്ല നമ്മളെ സഹായിക്കാനെത്തുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലുമായിരിക്കും. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയാത്തവർ നേടിയെടുക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത വിജയമാണ്. അത് പിന്നീട് എല്ലായിടത്തും കയ്പ് വളർത്തും. ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകരാവട്ടെ അവരെ മറ്റുള്ളവരെ പോലെ തന്നെ ആക്കിയാലേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്നു. ഒരാളെ തോൽപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ്. അതേസമയം ഒരാളെ വിജയിപ്പിക്കുക എന്നത് വളരെ പ്രയാസകരവുമാണ്. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. അതിന് കോട്ടം തട്ടുന്നതോടുകൂടി ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. സൗന്ദര്യത്തെക്കുറിച്ച് സ്വപ്നം കാണരുത്. അത് നിങ്ങളുടെ കടമയെ നശിപ്പിക്കും. പകരം കടമകളെക്കുറിച്ച് സ്വപ്നം കാണുക. അത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കും. നിങ്ങൾക്ക് സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിജ്വലിക്കണം. ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടെ നിന്നിരുന്നവരുടെയും കൂട്ടുകൂടിയവരുടെയും ഒക്കെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക. പെട്ടെന്ന് വന്നു പോകുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതിനേക്കാൾ നല്ലത് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതാണ്. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർക്കും ആത്മാർത്ഥമായ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്കും ഒരിക്കലും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. നാം ചെയ്യുന്ന ജോലിയിൽ പുരോഗമിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആഗ്രഹങ്ങൾ അധികമാകുമ്പോൾ അത് നമ്മുടെ സമാധാനത്തെ സാരമായി ബാധിക്കുന്നു. ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് കാണുമ്പോൾ മാത്രം ഓർമ്മിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുക എന്നത്. ആത്മവിശ്വാസമുള്ള വ്യക്തി ആരുടെ മുൻപിലും തളർന്നു പോകില്ല. നല്ല സ്വപ്നങ്ങൾ കാണുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് മികച്ചത് മാത്രമാണ് അവ നൽകുന്നത്.